കണ്ണൂരിൽ കെ സുധാകരന് സീറ്റില്ല. ഒരാൾക്ക് മാത്രം ഇളവ് നൽകാനാകില്ല എന്ന നിലപാടിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉറച്ചുനിന്നതോടെ ഒടുവിൽ കെ സുധാകരൻ വഴങ്ങി. സ്വതന്ത്രനായി മത്സരിക്കില്ലെന്നും പാർട്ടിയുടെ മറ്റുത്തരവാദിത്തങ്ങളിൽ തുടരുമെന്നും കെ സുധാകരൻ പ്രതികരിച്ചു. കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഹൈക്കമാൻഡ് അനുമതി നൽകി. പട്ടിക ഉടൻ പുറത്തുവരും. കോൺഗ്രസുകാരനായി തുടരും. കോൺഗ്രസിന്റെ പ്രവർത്തനവുമായി ഏറ്റെടുത്ത് എല്ലാ സ്ഥലത്തും അങ്ങേ കാത്ത് നാട്ടിൽ ഒരുപാട് പ്രവർത്തകരുണ്ട്. അങ്ങക്ക് ഇതിനോടൊക്കെ തന്നെ വലിയ പിന്തുണയൊക്കെ അറിയിച്ചിട്ടുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? അവരോടൊക്കെ പറയാനുള്ളത് എന്ന് വെച്ചാൽ അവരൊക്കെ ഒരുമിച്ച് ശക്തമായി പ്രവർത്തിച്ച് കോൺഗ്രസിന് ശക്തി പകർന്ന് മുമ്പോട്ട് പോകണമെന്നാണ് പറയാനുള്ളത്. എന്താ പ്രതീക്ഷ ഇല്ലാതിരിക്കാനെന്താ നമ്മളിപ്പോ തോറ്റു തുന്നം പാടി പോയോ? ഇവിടെ വരാൻ പോകുന്ന പാർട്ടി ഭരണരംഗത്ത് കോൺഗ്രസ് ആണ്. അതിന്റെ ആഴവും പരമവും ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. ഞങ്ങൾ ഭരിക്കും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്നും ചേരുന്നു. ബൽറാം, ഇന്നലെയും ഇന്നുമായി നടന്ന മാരത്തൺ ചർച്ചകൾ, കൂടിയാലോചനകൾ, സമ്മർദ്ദങ്ങൾ, ഒടുവിൽ കെ സുധാകരന് സീറ്റില്ല. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് കണ്ണൂരിലേക്ക് മടങ്ങിയിരിക്കുന്നു. ഈ പട്ടിക എപ്പോൾ വരും ബൽറാം? ഉന്മേഷ്, കഴിഞ്ഞ ദിവസം നടന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയായി അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നിൽ ഒരു ആശങ്കയായി നിലനിന്നിരുന്നത് കെ സുധാകരന്റെ അടുത്ത നടപടി എന്താകും എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് ഒരു സ്ഥാനാർത്ഥി പട്ടികയുമായി മുന്നോട്ടു പോയാൽ കടുത്ത നീക്കങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ അദ്ദേഹവുമായി അടുത്ത കേന്ദ്രങ്ങൾ പങ്കുവച്ചിരുന്നു. അതിനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. ഒറ്റയ്ക്ക് മത്സരിക്കാൻ വേണ്ടി വന്നാൽ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടക്കാനും അദ്ദേഹം മടിക്കില്ല എന്നും അതിനായി അദ്ദേഹം നോ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ അദ്ദേഹം തയ്യാറാക്കി വെച്ചതായുള്ള റിപ്പോർട്ടുകൾ, അത്തരം നടപടികളും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കൂടാതെ താൻ ഒറ്റയ്ക്കല്ല, തന്നോടൊപ്പമുള്ള ഏതാണ്ട് 25ഓളം മണ്ഡലങ്ങളിൽ ഏതെല്ലാം മണ്ഡലങ്ങളിൽ മത്സരിക്കണമെന്നതിന്റെ പട്ടിക ഉൾപ്പെടെ തയ്യാറാക്കിയിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കളെ കൂടുതൽ ആശങ്കയിലാക്കിയത്. തുടർന്നാണ് അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിനായി സമവായ ചർച്ചകൾ ഉൾപ്പെടെ നടന്നത്. തിരക്കിട്ട ചർച്ചകൾ പല നേതാക്കളും, മുതിർന്ന നേതാക്കൾ അദ്ദേഹവുമായി ഇന്ന് ആശയവിനിമയം നടത്തിയിരുന്നു. രമേശ് ചെന്നിത്തല, കൂടാതെ മുതിർന്ന നേതാവ് AK ആന്റണി എന്നിവർ അദ്ദേഹം ഫോണിൽ സംസാരിക്കുകയും ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക്, ഒരു കടുത്ത നീക്കത്തിലേക്ക് പോകരുത്, ഇപ്പോൾ ഇടതുപക്ഷത്തിന് മൂന്നാമതും ഒരു തുടർഭരണത്തിന് അവസരമൊരുക്കരുത് എന്നും ഇത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കരുത്, അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് വഴങ്ങണം എന്നും AK ആന്റണി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു. പ്രിയങ്ക ഗാന്ധി അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും പട്ടികയിൽ തന്റെ പേരില്ല എന്ന് ഉറപ്പിച്ച ശേഷവും കെ സുധാകരൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്ന് അറിയിച്ചിരുന്നു. മാധ്യമങ്ങളെല്ലാം തന്നെ കാത്തുനിന്നെങ്കിലും കെ സുധാകരൻ പാർട്ടിക്ക് വഴങ്ങുന്നു എന്ന് തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും, തുടർന്നും പാർട്ടിയിൽ തുടരാതെ താൻ എവിടെ പോകാൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതുകൊണ്ട് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടില്ലല്ലോ എന്നും പാർട്ടിയുടെ അംഗീകാരം കിട്ടുമെങ്കിൽ മാത്രം താൻ മത്സരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. സ്വതന്ത്രനായി മത്സരിക്കാൻ ഇല്ല എന്ന് കെ സുധാകരൻ വ്യക്തമാക്കിയിരിക്കുന്നു. പാർട്ടി എത്ര വലുതാണ്, താൻ എത്ര ചെറുതാണ്, താൻ എങ്ങനെ പാർട്ടിയെ വെല്ലുവിളിക്കാൻ എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. പാർട്ടിക്ക് വിധേയനായി നിൽക്കാനാണ് തന്റെ തീരുമാനമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. അത് പാർട്ടിയിലെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം, ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു പ്രതികരണമാണ്. ഡൽഹി വിടും മുമ്പ് കെ സുധാകരൻ 2 തവണ മാധ്യമങ്ങളെ കണ്ടപ്പോഴും നടത്തിയിരിക്കുന്ന ഈ പ്രതികരണങ്ങൾ. അദ്ദേഹം തുടർന്ന് ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക, അത് കെ സുധാകരന്റെ ഒരു നിലപാട് കൂടി, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അദ്ദേഹം മയപ്പെടുമോ എന്ന് കൂടി കാത്തിരുന്നാണ് അത് വൈകുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ ഈ കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക, അത് 40ഓളം പേരുടെ പേരുകൾ ഒന്നിച്ച് പ്രഖ്യാപിക്കാനുള്ള ഒരു തീരുമാനമാണ്. അത് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കണ്ണൂരിൽ എന്തായാലും കെ സുധാകരന്റെ പേരില്ല, അത് കെ സുധാകരനും അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം എന്നാൽ പാർട്ടിക്ക് വിധേയനാകും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മാധ്യമങ്ങളിലൂടെ നടത്തിയ പ്രതികരണത്തിൽ ഈ ഒരു ഘട്ടത്തിൽ സ്ഥാനാർത്ഥി പട്ടിക അല്പസമയത്തിനകം തന്നെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കെ സുധാകരൻ
അദ്ദേഹത്തിന്റെ വിമാനം 9:45 കണ്ണൂരിലേക്കുള്ള വിമാനം പുറപ്പെടുക. അതിനുശേഷമായിരിക്കും കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക 40 പേരടങ്ങുന്ന രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങുക. അതിൽ കെ സുധാകരൻ അടക്കം സിറ്റിംഗ് എംപിമാർ ആരുടെയും പേര് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. ആ നിലപാടിൽ ഹൈക്കമാൻഡ് ഉറച്ചു നിന്നിരിക്കുന്നു. അത് അംഗീകരിക്കാൻ ഹൈക്കമാൻഡിനെ അല്ലെങ്കിൽ തന്റെ സമ്മർദ്ദത്തിന് ഹൈക്കമാൻഡ് വഴങ്ങുന്നില്ല എന്ന് വ്യക്തമായതോടെ ഹൈക്കമാൻഡിന് വഴങ്ങാൻ, പാർട്ടിക്ക് വഴങ്ങാൻ സുധാകരൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.